ഇപ്പം നമ്മളെ സ്കിന്നൊക്കെ ഒരു ഗ്ലോ ഒക്കെ ആക്കിയെടുക്കുക. ഇപ്പം മാർക്കറ്റിൽ ഒരുപാട് ടെക്നിക്സ് ഒക്കെ ഉണ്ട്. ഇപ്പം മേക്കപ്പിലായാലും ശരി, അല്ലാത്ത ഓരോ ട്രീറ്റ്മെൻ്റ് ആയാലും ശരി, അങ്ങനെ കുറേ ടെക്നിക്സ് ഉണ്ട്. ഇപ്പോൾ മേക്കപ്പിലൊക്കെ ഇപ്പം ഇറങ്ങിയ മറ്റേ ഫേസ് സ്കാനിൽ സ്ട്രോപ്പ് ക്രീം ഒക്കെ ഭയങ്കര ട്രെൻഡ്. നമുക്ക് അത്യാവശ്യം ഗ്ലോ ഒക്കെ തരാനൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഈ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യാൻ വലിയ താല്പര്യമില്ല. സിമ്പിളായിട്ടൊരു സ്കിൻ കെയർ ഒക്കെ ചെയ്ത് പുറത്ത് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു ബേസിക് സ്കിൻ കെയറും അതിൻ്റെ മേലെ ജസ്റ്റ് കോമ്പാക്റ്റ് ഒക്കെ യൂസ് ചെയ്ത് ഇരിക്കാനായിരിക്കും അധികം ആൾക്കാർക്ക് ജസ്റ്റ് നോർമലി പുറത്തൊക്കെ പോകുമ്പം ഇഷ്ടം. നമുക്ക് എപ്പോഴും ഈ മേക്കപ്പൊക്കെ ഇങ്ങനെ ഇട്ട് പോകാനൊന്നും നമുക്ക് ചിലപ്പോൾ ടൈമൊന്നും കിട്ടിയെന്ന് വരില്ല അങ്ങനെയുള്ളവർക്ക്. അപ്പം നമ്മൾ എന്തായാലും ഒരു സ്കിൻ കെയർ ചെയ്യുകയാണെങ്കിൽ മസ്റ്റായിട്ട് സ്കിപ്പ് ചെയ്യാത്തൊരു സാധനം എന്താ സൺസ്ക്രീൻ. അപ്പോൾ സൺസ്ക്രീനിൽ ഇപ്പോൾ ഒരു ഗ്ലോ ഒക്കെ ഫേസിന് എപ്പോഴും വേണമെന്നുള്ളവർ ഇപ്പോൾ ഡേ ടൈമിൽ പുറത്ത് പോകുമ്പോൾ എന്തായാലും സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അപ്പോൾ സൺസ്ക്രീന് അത്യാവശ്യം ഒരു ഗ്ലോ ഒക്കെ തരുന്ന രീതിയിലൊരു സൺസ്ക്രീൻ നോക്കും. അപ്പം നമുക്ക് കുറച്ച് ഗ്ലോ ഒക്കെ തരാം ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സൺസ്ക്രീൻസ് കാണിച്ചു തരാം. അതുപോലെ തന്നെ അല്ല ഗ്ലോ മാത്രമല്ല, നമുക്ക് ഓൾ സ്കിൻ ടൈപ്പിനും കൂടി സ്യൂട്ടായിട്ടുള്ള ടൈപ്പാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഫസ്റ്റ് ഫോക്സ്ടെയിൽ ഈ ഒരു സൺസ്ക്രീൻ ഇതെൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് എന്നൊക്കെ പറയാമല്ലോ. ഞാൻ ഇഷ്ടപ്പെട്ടു ഒരു സൺസ്ക്രീൻ ഫോക്സ്ടെയിലിൻ്റെ. ഇത് ഗ്ലോ സൺസ്ക്രീൻ എന്ന് പ്രത്യേകം ഇൻഡോൾ ചെയ്തിരിക്കും. SPF 50 PA+++4+ ഉണ്ട്. പിന്നെ വിറ്റമിൻ സി, നിയാസിനമൈഡ് ഒക്കെ ഉണ്ട്. ഇതെന്താ പറയുക, ഇത് നമുക്ക് ഇട്ടാൽ തന്നെ തിരിയും ഒരു ഗ്ലോ വരുന്നു. ഒരു ഗ്ലോ ഒക്കെ നമുക്ക് അങ്ങ് ഫീൽ ആവും. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് ഇത്. ഞാൻ ഉറപ്പായിട്ട് റെക്കമെൻഡ് ചെയ്യും. ഇത് മേടിച്ചാൽ ഒരിക്കലും റിഗ്രറ്റ് ഉണ്ടാവില്ല. ഇത് ഓൾ സ്കിൻ ടൈപ്പാണ്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം എല്ലാവർക്കും സ്യൂട്ട് ആവുമെന്ന്. ചില സൺസ്ക്രീൻസ് ഉണ്ട് നമ്മൾ ഓൾ സ്കിൻ ടൈപ്പ് പറഞ്ഞാലും ചിലപ്പം എല്ലാവർക്കും അത് സ്യൂട്ട് ആവണമെന്നില്ല. ചിലർക്ക് ഓൾ സ്കിൻ ടൈപ്പ് എന്ന് പറയും, പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ അയ്യോ ഞാൻ ഡള്ളായല്ലോ, ഡാർക്കായല്ലോ അങ്ങനെ തോന്നുന്ന ഒരുപാട് ഇതുണ്ട്. അങ്ങനെ എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഈ പ്ലിക്സിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ ഇതുണ്ടല്ലോ, ഞാൻ ഓൾ സ്കിൻ ടൈപ്പ് എന്നാണ് എഴുതിയത്, പക്ഷേ ഇത് ഗ്വാവ ഗ്ലോ ഇൻവിസിബിൾ സൺസ്ക്രീനിൻ്റെ സ്ട്രക്ചറൊക്കെ അടിപൊളി. ഇൻവിസിബിൾ എന്നൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. ഇത് കണ്ടോ, ഭയങ്കര ഇഷ്ടമായി. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഫേസിലിട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അറിയാം നമ്മളാകെ എന്തോ ഒരു ഡള്ളായിപ്പോൾ നമ്മളെ ഫേസ് ആകെ ഡള്ളായ പോലെ തോന്നും. അപ്പോൾ എൻ്റെ സ്കിന്നിൻ്റെ ആണോ എന്നറിയില്ല. ഇത് ഓൾ സ്കിൻ ടൈപ്പിൽ എനിക്കിങ്ങനെ ഫീൽ ചെയ്ത്. അപ്പോൾ ഞാൻ ഇത് എൻ്റെ ഫ്രണ്ടിന് കൊടുത്തു. അപ്പോൾ ഓൾ പറഞ്ഞു എനിക്കും ഇതേ ഫീലിംഗ് ആണ്. ഓക്കും ഓളത് ഒരു നോർമൽ സ്കിന്നാണ് തോന്നുന്നു. അവൾ പറഞ്ഞു എനിക്കും ഭയങ്കര ഡള്ളായിട്ടാണ് തോന്നിയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവളെനിക്ക് തിരിച്ചു തന്നു. അപ്പം ഞാനിതിപ്പോൾ കയ്യിലും കാലിലും അങ്ങനെയൊക്കെ ഇടലാണ്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ മേടിച്ചിട്ട് നോക്ക്. നിങ്ങൾക്കും എല്ലാവർക്കും ഇങ്ങനെ ആവണമെന്നില്ല, ചിലപ്പോൾ എൻ്റെ സ്കിന്നിൻ്റെ ആയിരിക്കും. പിന്നെ ഇതും അത്യാവശ്യം ഗ്ലോ തരും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് വലിയ ഗ്ലോ ആയിട്ടും തോന്നിയില്ല. ഗ്ലോ വല്ലാണ്ടൊരു ഡള്ളായിട്ട് എനിക്ക് വന്നത് സ്കിന്നിൽ. അതുകൊണ്ട് ഇതെനിക്കത്ര ഇഷ്ടമായില്ല. പിന്നെ നെക്സ്റ്റ് ഡോട്ട് ആൻഡ് കീയുടെ ഈ ഒരു സൺസ്ക്രീൻ. ഇത് അത്യാവശ്യം കുഴപ്പമില്ല, ഒരു ഗ്ലോ ഒക്കെ തരാൻ ഓക്കെയാണ്. SPF 50 PA+++ ഉണ്ട്. പിന്നെ ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, നോ വൈറ്റ് കാസ്റ്റ്. പിന്നെ ഇതൊരു വാട്ടർ ലൈറ്റ് ഒരു നല്ലൊരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിൽ വരുന്നൊരു ഇത് അത്യാവശ്യം കുഴപ്പമില്ല, രസമുണ്ട്. ഒരു ഗ്ലോ ഒക്കെ തരുന്നുണ്ട്. വലിയ കുഴപ്പമില്ല, അത്ര പറയാനുള്ളൂ. വലിയ ഗ്ലോയി അങ്ങനെയൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ല. ഇതും ഓൾ സ്കിൻ ടൈപ്പാട്ടോ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് എനിക്ക് സെക്കൻഡായിട്ട് മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ ഈ അക്വലോജിക്കൻ്റെ ഈ ഒരു സൺസ്ക്രീൻ. ഇതെനിക്ക് അത്യാവശ്യം ഗ്ലോ ഒക്കെ തന്നെ. ഇത് എന്താ പറയുക, ഇത് ഞാൻ ഫുൾ ഇതിൽ ഇല്ല സാധനം, ഇത് തീർന്നതാണ്. ഇതിൻ്റെ പാക്കറ്റ് ഇത് അതിന് മുന്നേ യൂസ് ചെയ്ത് അതിന് ശേഷം ഞാൻ ഇപ്പോൾ ഫോക്സ്ടെയിൽ മേടിച്ചത്. അപ്പോൾ അതാണ് കറൻ്റ്ലി ഗ്ലോ സൺസ്ക്രീൻ. ഇതും എനിക്ക് അത്യാവശ്യം നല്ല ഗ്ലോ തന്നെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഫോക്സ്ടെയിൽ ഒന്ന് ട്രൈ ചെയ്യാന്നുള്ളതുകൊണ്ട് അത് മേടിച്ച്, അല്ലെങ്കിൽ ഇത് തന്നെ മേടിക്കുകയാണ്. ഇത് അക്വലോജിക്ക റേഡിയൻ ഡ്യൂയി സൺസ്ക്രീനാണ്. അതുപോലെ തന്നെ വാട്ടർ മെലൺ ഫ്ലേവറിൽ വരുന്നത്.
ഇതുപോലെ തന്നെ PA+++ ഉണ്ട്, SPF 50 ആണ്, ഇലുമിനേറ്റ് പ്ലസ് ഒരു ഹൈഡ്രേറ്റ് ആണ്, അതുപോലെ തന്നെ നിയാസിനമൈഡ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് എനിക്ക് അത്യാവശ്യം നല്ല സ്യൂട്ടായിട്ട് തോന്നിയ ഒരു സൺസ്ക്രീനാണ്. ഇതൊരു ഓൾ സ്കിൻ ടൈപ്പാണ്. പിന്നെ നല്ല ഗ്ലോയി ആയിട്ടൊക്കെ സൺസ്ക്രീൻ നോക്കുമ്പോൾ ഈ ഫോക്സ്റ്റെയിലും അക്വലോജിക്കും ഞാൻ നന്നായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന 2 ഇതാണ്. പിന്നെ നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്, ഇത് ഗ്ലോ ആയിട്ടുള്ള ഒരു എന്താ ഗ്ലോവും തരും, പ്രൊട്ടക്ഷനും തരും, അതിൻ്റെ കൺസിസ്റ്റൻസി കൊണ്ട് എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുള്ള സൺസ്ക്രീൻ. ഇതെൻ്റെ ഭയങ്കര എന്താ പറയുക ഗ്ലോ ആയിട്ടല്ല, അല്ലാണ്ട് എൻ്റെ എന്താ പറയുക മൈ പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് എന്നൊക്കെ പറയല്ലേ, ഈ ഒരു ഡോക്ടർ ഷെത്തിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ ഇത് ഭയങ്കര എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമായി സൺസ്ക്രീൻ. ഇതാണ് എൻ്റെ ഫസ്റ്റ് സൺസ്ക്രീൻ. ഞാൻ ആദ്യമായിട്ട് മേടിച്ച സൺസ്ക്രീനും ഇതാണ് ഡോക്ടർ ഷെത്തിൻ്റെ. കാരണം ഞാൻ സൺസ്ക്രീനൊക്കെ മേടിക്കുന്ന ടൈമിൽ എന്താ ഡോക്ടർ ഷെത്ത് ഭയങ്കര എന്തായാലും ട്രെൻഡായി പോകുന്ന, അപ്പോൾ അതന്നെ വേണം, അത് ഫസ്റ്റ് മേടിക്കുമ്പോൾ അതന്നെ വേണം എന്നുള്ളതിൽ ഡോക്ടർ ഷെത്ത് മേടിച്ച് ഭയങ്കര ഇഷ്ടമായ സൺസ്ക്രീൻ. നോ വൈറ്റ് കാസ്റ്റ് ആണ്. ഇതിനെപ്പറ്റി പിന്നെ പറയണ്ട, എല്ലാവർക്കും അറിയായിരിക്കും. എന്താ ഇത് സെറമൈഡ് പ്ലസ് വിറ്റമിൻ സി ൻ്റെ സൺസ്ക്രീനാണ്. വിറ്റമിൻ സി എന്താ പറയുക അതാണ് അത്യാവശ്യം ഒരു ഗ്ലോ ഒക്കെ തരാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇതാണ്. ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ഞാൻ എൻ്റെ സ്കിന്നിന് ഭയങ്കര സ്യൂട്ടായിട്ടുള്ള ഒരു സൺസ്ക്രീൻ കാണിച്ചു തരാം. എൻ്റെ സ്കിൻ എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക ഇവിടെ ഇങ്ങനെ ഓയിലിയും ഇവിടെ കുഴപ്പമൊന്നുമില്ല, നോർമലാണ്. അതായത് ഒരു കോമ്പിനേഷൻ. അപ്പോൾ ഒരു കോമ്പിനേഷൻ സ്കിന്നുള്ള ഒരാളാണെങ്കിൽ അവർക്ക് പറ്റിയ ബെസ്റ്റ് സൺസ്ക്രീനാണ് ഡീകൺസ്ട്രക്റ്റിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ. എനിക്ക് ഇത് ഓൾ സ്കിൻ ടൈപ്പാണ് എഴുതിയെങ്കിലും ഇത് ഒരു ഓയിൽ ടു എന്താ നോർമൽ അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിന്നിലൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ഞാൻ ഫസ്റ്റ് ടൈം ഇട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് എന്താ ഒരു ജെൽ സൺസ്ക്രീൻ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഹൈലി എഫക്റ്റീവ് ആണ്. ജെന്റിൽ ലൈറ്റ് വെയ്റ്റ് ജെൽ സൺസ്ക്രീൻ ഇൻ SPF 55+ ആണുള്ളത്. അതുപോലെ തന്നെ PA+++ ഉണ്ട്. ഓൾ സ്കിൻ ടൈപ്പ് ആണെങ്കിലും എന്താ ഓയിലി സ്കിന്നുകാർക്ക് അതുപോലെ തന്നെ കോമ്പിനേഷൻ സ്കിന്നിനും ഭയങ്കര സ്യൂട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നി. എനിക്ക് ഭയങ്കര സ്യൂട്ടബിൾ ആയിട്ട് തോന്നിയാണ്. പിന്നെ പ്രിവെൻറ്റ് ടാനിങ് ആൻഡ് സൺ റിലേറ്റിംഗ് ഏജിങ്, നോൺ ഓയിലി അബ്സോർപ്ഷൻ വിത്ത് നോ വൈറ്റ് കാസ്റ്റ്, പിന്നെ വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ സൺസ്ക്രീൻ മോസ്റ്റ് ഫേവറേറ്റ് എന്നൊക്കെ പറയാം. ഇതില്ല കേട്ടോ, ഇതെൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് അല്ല, ഇതെൻ്റെ എന്താ പറയുക വളരെ മോശമായിട്ടുള്ളൊരു ഇതായിപ്പോയി മേടിച്ചത്. എന്താ നിങ്ങൾ ഓൾ സ്കിൻ ടൈപ്പ് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് മസ്റ്റായിട്ടും നോക്കി നോക്കുക. ഒരു ഗ്ലോ ഒക്കെ വേണ്ട സൺസ്ക്രീൻ ആണെങ്കിൽ ഈ ഒരു ഫോക്സ്റ്റെയിൽ അതുപോലെ തന്നെ ഡോട്ടാനിക്കി ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.